ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതൊന്ന് കഴിയതിന് ശേഷം ഞാനൊരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. അതേപോലെ നമ്മൾ ഒഴിച്ചുകറിയാണ്. ഇപ്പോൾ ചോറിനൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു 5-6 ചെമ്മീനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീനും ഗ്രീൻ പീസും കൂടി കറി വെക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ചെമ്മീനും ഗ്രീൻ പീസൊക്കെ ഒന്ന് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു പകുതി വേവായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചതുരത്തിൽ മുറിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയും ചതുരത്തിൽ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടേത്. നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇത് തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കരിയാതെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനെ കൂടിയും കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും കൂടി നന്നായിട്ട് പോകുന്നൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ആറി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കൂടി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൽ കിടന്ന് ഈ സവാളയും തക്കാളിയും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇരുന്ന് തന്നെ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറിയ ചാറിൽ നമുക്ക് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി കറിയാണ്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് ഗ്രീൻ പീസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈ റെസിപ്പിയുമായി നാളെ കാണാം.